അങ്ങനെ പിടിച്ച കണ്ടപ്പോഴും പടച്ചപ്പോൾ കൊട്ടക്കണക്കിനോട് കൊട്ടിക്കൊടുക്കുന്നുള്ളത്. അങ്ങനല്ല, സ്വന്തം ആദ്യം ഇങ്ങോട്ട് കൽബിക്കൊണ്ട് ദ്വാ കൊണ്ടുപോവാ. അള്ളാഹ്ക്ക് ദ്വാരക്കണമല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിലേക്ക്, നാണിച്ച് നാണിച്ച് നരകത്തിലേക്ക് എന്നാ. ഇത് കുട്ടികളെ പഠിപ്പിക്കാനുള്ളതല്ല, സ്വന്തം മനസ്സിലാക്കണം. ചോദിക്കുക, അള്ളാഹിനോട് ധാരാളം ചോദിക്കണം. അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, വിഷമമുണ്ടോ നബിയെ, ഒരു സങ്കടം വേണ്ട, നിങ്ങളെല്ലാ ബുദ്ധിമുട്ടും മാറും, ഫസ്വല്ലി 2 റക്അത്ത് നിസ്കരിക്കുക, നിങ്ങളെ വിഷമങ്ങളൊക്കെ മാറിക്കൊള്ളും. ഇത് മുത്തുനബിക്ക് മാത്രമുള്ളതല്ല, ഖുർആൻ ലോകാവസാനം വരെ ഉള്ളവർക്കുള്ളതല്ലേ. ഖുർആൻ ലോകാവസാനം വരെ ഉള്ളവർക്കുള്ളതാണ്. അതുകൊണ്ട് നബിയെ, വേദന മാറാൻ, വിഷമം മാറാൻ, സങ്കടം മാറാൻ ഫസല്ലി, ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നെയോ ഫൻഹർ, പിന്നെയാണ് അള്ളാഹു പറയുന്നത് നിങ്ങളാണ്ട് ഉളിഹത്ത് അറുത്തിട്ട്, ബലി അറുത്തിട്ട് ദാനം ചെയ്തോളൂ എന്ന്. രണ്ടാമതാണ് മൗലിക്ക് പൈസ കൊടുത്തിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞത്. ആദ്യം സ്വന്തം ദ്വാരക്കാനാണ് പറഞ്ഞത്, പിന്നെയാണ് മൗലിക്ക് പൈസ കൊടുത്തിട്ട് ദ്വാർപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഫൻഹർ, നബിയെ വിഷമം മാറാൻ ആദ്യം നിസ്കരിക്കുക, എന്നിട്ട് വന്യഹർ ദാനധർമ്മങ്ങൾ ചെയ്യുക. വന്യഹർ എന്ന് പറഞ്ഞാൽ അവിടെ പല തഫ്സീറുണ്ട്, അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ഉളുഹിയത്ത് അറുത്തിട്ട് മാംസം ദാനം ചെയ്യുക, മറ്റൊന്ന് ബലിദാനം, വെറുതെ ഒരു മൃഗത്തെ അറുത്തിട്ട് അതിന് മാംസം പാവങ്ങൾക്ക് വിതരണം ചെയ്യുക, മറ്റൊന്ന് സ്വതക്ക ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, ധാരാളം ദാനധർമ്മങ്ങൾ കൊടുക്കുക, എന്നിട്ട് അവരോട് ദ്വാരക്കാൻ വേണ്ടി പറയാം. ആദ്യം പറഞ്ഞത് സ്വന്തം ദ്വാരക്കാനാണ്, പിന്നെയാണ് മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുത്തിട്ട് ദ്വാർപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഫസ്വല്ലി, അപ്പോൾ അള്ളാഹ് പറയാണ്, ഒരു വിഷമം വേദന വേണ്ട, അതൊക്കെ മാറിക്കോളും, നിങ്ങൾ ഫസ്വല്ലി അള്ളാഹ്ക്ക് നിസ്കരിക്കുക, വൻഹർ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇനി മൂന്നാമത് അള്ളാഹ് പറയുന്നത് കേട്ടോ, കുറച്ച് ഗൗരവത്തിലാണ് പറയുന്നത്. മൂന്നാമത് അള്ളാഹ് പറയുന്നു, മൂന്നാമത്തെ ആയത്ത് കേട്ടോ, അള്ളാഹു ഗൗരവത്തിലാ പറയുന്നത്, ചില്ലറ കളിയൊന്നല്ലത്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, നബിയെ അങ്ങേ ആരാണോ വേദനിപ്പിച്ചത്, ആരാണോ ദേഷ്യം പിടിപ്പിച്ചത്, ആരാണ് അങ്ങേ സങ്കടപ്പെടുത്തിയത്, ആരാണ് അങ്ങേ കുറ്റപ്പെടുത്തിയത്, ആരാണ് അങ്ങേ ആക്ഷേപിച്ചത്, ഹുവൽ അബ്തർ, അവനാണ് വേരറ്റവൻ, അവനാണ് തറവാട് മുറിഞ്ഞു പോയവൻ, അവൻ്റെ പാരമ്പര്യമാണ് അവസാനിച്ചു പോയത്. അള്ളാഹ് ദേഷ്യപ്പെട്ട് ഖുർആൻ സംസാരിച്ചത് വളരെ കുറഞ്ഞ ഭാഗങ്ങളിലുള്ളൂ. അള്ളാഹു ദേഷ്യത്തോടെ ശപിച്ചുകൊണ്ട് സംസാരിച്ചത് വളരെ കുറഞ്ഞ ഭാഗങ്ങളിലാണ്. അതിലൊന്നാണ് ഇന്ന ഷാനിഅക, നബിയെ അങ്ങേ ആക്ഷേപിച്ചവൻ. ആരാക്ഷേപിച്ചത്? മകൻ മരിച്ച വിഷമത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറയണം, ആ പോണടാ വേരറ്റോന്, തറവാടില്ലാത്തവൻ അതാ പോണ്. മുഹമ്മദ് മരിച്ചാൽ ഇനി ഓൻ്റെ തറവാട് നിലനിർത്താൻ ആരാ ഉള്ളത് എന്ന്. സുബ്ഹാനല്ലാഹ്, ആ ചോദ്യം അള്ളാഹ്ക്കണ്ട് വിഷമായി. അള്ളാഹ് പറഞ്ഞു, എടാ എൻ്റെ ഹബീബിൻ്റെ മനസ്സ് വേദനിപ്പിച്ചവനെ, ഹുവൽ അബ്തർ, നീ ആണടാ തറവാട് മുറിഞ്ഞു പോയവൻ. ആ മനുഷ്യന് പിന്നെ ആ മനുഷ്യൻ്റെ കുടുംബത്തിൽ ആൺമക്കളെ ജനിച്ചിട്ടില്ല എന്നാണ്. ആൺമക്കൾ തന്നെ ഓൻ്റെ തറവാട്ടിൽ ജനിച്ചിട്ടില്ല, ഓൻ്റെ പരമ്പര ഓനോടും കൂടെ അവിടെ അവസാനിച്ചു. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ നല്ലോണം മനസ്സിലാക്കിക്കോ. ഒരാളിങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂൽ ആരോടോ നമ്മളെ പോലൊരു മനുഷ്യനല്ലേ, അപ്പോൾ അതിങ്ങനെ കേൾക്കണൊരുത്തൻ തോന്നുകയാണ് അത് എന്താ ഒരു വ്യത്യാസമുള്ളത്? അങ്ങനെ ഒരു ചിന്ത നിൻ്റെ മനസ്സിക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണക്കാരായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം ചിന്തിച്ചോളൂ, നല്ലോണം മനസ്സിലായിക്കോളൂ. ഓരോന്ന് വിശദീകരിച്ച് പറയാൻ സമയമല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ സ്നേഹിച്ചതിൻ്റെ, മുത്തുനബിക്ക് അള്ളാഹു മഹത്വം കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വേദനിച്ചപ്പോൾ ആ ഹബീബിന് അള്ളാഹു ഏറ്റവും വലിയ സ്ഥാനമാകുന്ന കൗസർ കൊടുത്തു. എന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തു, നിസ്കരിക്കുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളെ മകനെ വികൃതി കാട്ടി നമ്മുടെ കുട്ടി കരയാണ്. ഒരു കുട്ടി മറ്റൊരു കുട്ടിനെ വികൃതി കാണിച്ച് അവൻ കരയാണ്. അപ്പം കരയുന്നവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഉപ്പ പറയാണ്, ഉപ്പ വരുമ്പോൾ എനിക്ക് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നരാ, അല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീം കൊണ്ടുവന്നരാ. ഓൻ ആദ്യം ആശ്വസിപ്പിച്ചു. പിന്നെയോ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, എന്നിട്ടും പിന്നെ ആ വികൃതി കാട്ടിയവനെ പിടിച്ചിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താൽ ഇവിടെ എന്തായി? സമാധാനമായി. അതാണ് ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. അള്ളാഹിൻ്റെ റസൂലെ, അങ്ങേ ആരാണോ ആക്ഷേപിച്ചത്, ഹുവൽ അബ്തർ, ഓൻ്റെ തറവാട് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു, ഓൻ്റെ വേരോടെ ഞാൻ അവനെ പെയ്തെറിഞ്ഞിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ സ്നേഹിച്ചതിൻ്റെ, മുത്തുനബിക്ക് മഹത്വം കൊടുത്തതിൻ്റെ ഖുർആനിലെ ഒരു ഉദാഹരണമാണിത്. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കിക്കോളൂ. ഓരോന്നും വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് സമയം നേരം വെക്കുമോ? പറയണിട്ടില്ലേ? എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനിത് തുടങ്ങിയുണ്ടല്ലോ, ഇത് ഇന്നെ അങ്ങനെ പോയി കൊണ്ട് വെക്കും.
ഒരു സമയം എനിക്ക് ആൾ മുന്നിൽ വേണമെന്നില്ല, ഉണ്ടായാലും കുഴപ്പമില്ല, ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. അള്ളാഹു ഈ ഒരു സംരംഭത്തെ നമ്മൾ സ്വീകരിക്കട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തൊന്ന് കേട്ടോളൂ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് അംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. സുബ്ഹാനല്ലാഹ്. ഒരു സൂറത്ത് മുഴുവൻ അള്ളാഹിൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ചവരല്ലാഹ് അത് ശപിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഓനെ മാത്രമല്ല, ഓൻ്റെ ഭാര്യനെയും ഓൻ്റെ മക്കളെയും ഓൻ്റെ സമ്പത്തിനെയും എല്ലാം അങ്ങ് ശപിച്ച് നശിപ്പിച്ച് കളഞ്ഞു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബ് നശിച്ചു പോവട്ടെ. ആരാ അബൂലഹബ്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ എളാപ്പയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എളാപ്പയാണ് അബൂലഹബ്. പക്ഷെ 3 സ്ഥലത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മുഹമ്മദ് നശിക്കട്ടെ എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നുബുവത്ത് കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്നു. ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എല്ലാ കുടുംബക്കാരെയും വിളിച്ചു. എൻ്റെ കുടുംബക്കാരൊക്കെ വരുമെന്ന് പറഞ്ഞു. എല്ലാവരെയും വിളിച്ചിട്ട് ചോദിച്ചു, ഈ മലൻ്റെ പിന്നിൽ കൂടെ, ഇപ്പോൾ ജബൽ അബീ ഖുബൈസിൻ്റെ ഒരു ഭാഗത്ത് മക്കത്തെ രാജാവിൻ്റെ കൊട്ടാരാണ്, മറ്റൊരു ഭാഗം ഇങ്ങനെ ഇടിച്ച് നിരത്തിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഹറമാക്കി കൊണ്ടിരിക്കുക. ഹറമങ്ങനെ നീട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗം മാത്രം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ജബൽ അബീ ഖുബൈസ് എന്ന് വരുന്നവരൊക്കെ കാട്ടിക്കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അന്ന് വിശാലമായി കിടക്കുന്ന പർവ്വതമാണ്. മുത്തുനബി ചോദിക്കുകയാണ്, ഈ പർവ്വതത്തിൻ്റെ പിന്നിൽ കൂടെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ? എല്ലാവരും പറഞ്ഞു, മുഹമ്മദെ ഞങ്ങൾ വിശ്വസിക്കും, കാരണം അന്ത സ്വാദിഖ്, നിങ്ങൾ സത്യസന്ധനാണ്, അന്ത അൽ അമീൻ, നീ അൽ അമീനാണ്, ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ അല്ലാഹ് അല്ലാതൊരു ഇലാഹുല്ല, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂൽ ആദ്യമായി ഇസ്ലാമിൻ്റെ വിളംബരം അങ്ങ് നടത്തി. ഉടനെ അബൂലഹബ് ഓടി വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, തബ്ബത്ത്, എടാ നശിച്ചു പോട്ടെ, ഇതിനാ നീ ഞങ്ങളെ വിളിച്ചുകൊണ്ടെന്നതെന്ന് വെച്ച്, ഇതിനാ നീ ഞങ്ങളെ വിളിച്ചുകൊണ്ടെന്ന്, തബ്ബത്ത് യാ മുഹമ്മദ്, മുഹമ്മദ് നശിച്ചു പോട്ടെ നീ. ഒരൊറ്റ ശാപം അങ്ങ് ശപിച്ചു അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. ഒന്ന്. രണ്ടാമത്, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അബൂലഹബിൻ്റെ 2 മക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചിരുന്നത്. എളാപ്പ പിന്നെ അങ്ങനൊരു കുടുംബ ബന്ധമായിരുന്നു, ചെറിയൊരു കുടുംബ ബന്ധമായിരുന്നു. അബൂലഹബിൻ്റെ 2 ആൺമക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചിരുന്നത്. ആ പെൺമക്കളെ ത്വലാഖ് ചൊല്ലി